വെള്ളൂർ ദുർഗാഭദ്ര ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മകരപ്പൊങ്കാല മഹോത്സവവും ദേവി മാഹാത്മ്യ ത്രയാഹവും ചണ്ഡികാ ഹോമവും 2025 ജനുവരി 11 ശനിയാഴ്ച മുതൽ 14 ചൊവ്വാഴ്ച വരെ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പേര് വെള്ളൂർ ദുർഗാഭദ്ര ദേവി ക്ഷേത്രം എന്നാണ്. കൊല്ലം ജില്ലയിലാണ് ഇടയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ക്ഷേത്രം കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ ഇന്ന് 11ാമത്തെ ദിവസമായിട്ട് ഇന്നിവിടെ നടക്കുന്നത് ക്ഷേത്രതന്ത്രിയെ അതിഥികളായിട്ടുള്ള ഡോക്ടർ ക്ഷണിക്കുകയാണ്. ഇവരെല്ലാം ഇന്നത്തെ ദിവസം ക്ഷണിച്ച് ഇവിടെ ഭദ്രദീപം കത്തിക്കുകയാണ്. നാളെ എന്ന് പറയുന്നത് രാവിലെ മഹാഗണപതി ഹോമം, അത് കഴിഞ്ഞിട്ട് ചണ്ഡികാ ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, സുദർശന ഹോമം, ഇത്രയും പൂജകൾ നാളെ ഉണ്ടായിരിക്കുന്നതാണ് നാളത്തെ ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് 3ാം ദിവസമായ അന്നും രാവിലെ പതിവ് പോലെ തന്നെ ക്ഷേത്രം തുറക്കുകയും അതേ കണക്ക് തന്നെ ക്ഷേത്രത്തിൻ്റെ മെയിനായിട്ട് ഗണപതി ഹോമം, മഹാഗണപതി ഹോമം, അത് കഴിഞ്ഞിട്ട് മൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, സുദർശന ഹോമം, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. 3 ദിവസവും മുടങ്ങാതെ നാളെ തൊട്ട് ചണ്ഡികോമം ഉണ്ടായിരിക്കുന്നതാണ്. മഹാചണ്ഡികോമമാണ് നടക്കുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയ്ക്കകത്ത് അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ ചണ്ഡികോമം നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആചാര്യനെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ച് ചടങ്ങുകൾ ആരംഭിച്ചു. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചണ്ഡികാ ഹോമമാണ്. ഇപ്പം പ്രധാനമായി നടക്കുന്നത് മകരപ്പൊങ്കാലയാണ്. മകരം 1-ാം തീയതിയാണ് മകരപ്പൊങ്കാല നടക്കുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് ഇതിൻ്റെ വാർഷികം നടക്കുന്നുണ്ട്. അത് മീനം 1-ാം തീയതിയാണ് വാർഷികം നടക്കുന്നത്. അല്ലാതെ പിന്നെ ശ്രീചക്രപൂജ, ഇപ്പം ചണ്ഡികാ ഹോമം, അങ്ങനെ എല്ലാ ഹോമങ്ങളും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും അമ്പലത്തിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്രത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അഞ്ചൽ ശബരിഗിരി ഹോസ്പിറ്റൽ ഡോക്ടർ ജയകുമാർ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് പ്രാണവായുവിനേക്കാൾ പ്രധാനമാണ്. ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. ഏകദേശം 400 കോടി ആണുങ്ങളും 400 കോടി പെണ്ണുങ്ങളും. ഇപ്പോൾ 800 കോടി ഹൃദയങ്ങളെയും ഇടിച്ചുകൊണ്ടിരിക്കുക, എൻ്റേത് നിങ്ങളുടേത് ഉൾപ്പെടെ. ആലോചിക്കുള്ളൂ, ഇതെപ്പോൾ വേണമെങ്കിലും ഇടി നിൽക്കാം ആരുടെയും, അല്ലേ? വാർഡ് മെമ്പർ VS റാണ മുഖ്യപ്രഭാഷണം നടത്തി. മകരം 1-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ മകരപ്പൊങ്കാല നടത്തും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ചണ്ഡികാ ഹോമവും നടന്നുവരുന്നു. കൂടാതെ മറ്റു പൂജാവിധികളും ക്ഷേത്രത്തിൽ നടക്കുന്നു. ന്യൂസ് ഡെസ്ക് 20 വിഷൻ ന്യൂസ്. രണ്ട് ദേവിമാരാണ്, വനദുർഗയും ഭദ്രകാളിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഈ ദേവിയുടെ സാന്നിധ്യത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കും നല്ലതുണ്ടാവട്ടെ. നല്ല രീതിയിൽ ഈ പൂജ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും, നാട്ടിനും വീട്ടിനും എല്ലാവർക്കും, ഇവിടെ കൂടുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് ഇത് തുടക്കമിടുന്നത്.